ഗ്രീൻ സ്പേസ് കൊണ്ടുവരാൻ പറ്റുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. Bring me into golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. സ്ലൈഡിംഗ് ഡോറുകൾ ഈ വീട്ടിൽ കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ സഹായിക്കും. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റം ചെയ്ത് വെക്കാം. ഇപ്പോൾ ഡോർ അടയ്ക്കണമെങ്കിൽ ഇങ്ങനെ അടയ്ക്കാം. ഇനിയിപ്പം ഇതാ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും തുറക്കാം. ഇവിടേക്ക് നോക്കാം. എന്ത് രസമാണ്, വലിയൊരു വിൻഡോ. അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായി ഇങ്ങനെ നിൽക്കാം. 2 ബെഡ്റൂംസിലുണ്ട്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം കൂടെ പുറമേ നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ആ കേർട്ടൺ പ്ലാന്റ് ഒക്കെ കാണാം. അതിങ്ങനെ വളർന്ന് താഴേക്ക് അതിന് ഗ്രാജുവലി താഴോട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ ഒരു സൺ ബ്ലോക്കർ ആയിട്ട് ആക്ട് ചെയ്യാനും കൂടി. അപ്പൊ നമുക്ക് അന്യന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ മുമ്പിൽ മുട്ടി നോക്കിയിട്ടുള്ള. ഈ വീട്ടില് എനിക്ക് തോന്നുന്നു ഷമ്മിക്ക് ഏറ്റവും ചാലഞ്ചിങ് ഒരു പാർട്ട് എന്ന് പറയുന്നത് അമ്മേൻ്റെ ഒരു പാർട്ടാണ്. അമ്മ ഭയങ്കരമായിട്ട് വാസ്തു നോക്കുന്ന ഒരാളാണ്. അല്ല, അത് ഓരോരുത്തരുടെ ബിലീഫാണല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ എൻ്റെ ബ്രീഫിങ് വളരെ കുറവായിരുന്നു. അമ്മയുടെ വാസ്തു ബ്രീഫിംഗ് ആയിരുന്നു കൂടുതൽ. ഷമ്മി തല ഇറങ്ങി. അല്ല, ഞങ്ങളുടെ ഇവിടെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി വന്ന ഫാദർ ബ്ലെസ്സിങ് കഴിഞ്ഞ ശേഷം പറഞ്ഞ ഒരു ഏറ്റവും കാര്യമാണ് സുന്ദരമായ വീടുകൾ. അതായത് പണിയുന്ന ഓരോ വീട്ടിലും തൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരുന്ന ഒരു വൈറൽ ആർക്കിടെക്ട്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ പരിചയപ്പെടുത്താം. ഷമ്മി, ടൈൽസ് ഓഫ് ഡിസൈൻ സ്റ്റുഡിയോ അല്ലേ? യെസ്. നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട്. നല്ല വെറൈറ്റി വീടുകൾ. ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള വീടുകളാണ് ഷമ്മി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷമ്മി ചെയ്തിട്ടുള്ള അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ കടവന്ത്രയിലാണ്. കടവന്ത്രയിൽ മ്യൂസീഷ്യനായിട്ടുള്ള റെക്സ്, അദ്ദേഹത്തിൻ്റെ വൈഫ് അനീല, അവരുടെ അമ്മ അഡ്വക്കേറ്റ് മേഴ്സി എന്നിവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് നമ്മുടെ ഡാവിഡ് മേസൺ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ കയറാം. ഇത് കാർ പോർച്ചാണ്. ഇതിന് വലിയൊരു ഗേറ്റ് അല്ലേ? ഇത് ആദ്യം പ്ലോട്ട് വാങ്ങുന്ന സമയത്ത് 4.8 സെന്റ്സ് ആയിരുന്നു. പിന്നെ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞ ടൈമിൽ ഒരു 1/2 സെന്റും കൂടിയും അവൈലബിൾ ആയി. അപ്പൊ അത് നമ്മൾ ഒരു എക്സ്ട്രാ കാർ പാർക്ക് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുക ചെയ്തു. കാർ പാർക്കിങ്ങിന് 2-3 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന. അതെ, അതുകൊണ്ടാണ് ഗേറ്റും നമ്മൾ അത്രയും ലെങ്ത്തിൽ കൊടുത്തത്. അതെ അതെ അതെ. പൊതുവെ വീതി കുറഞ്ഞ റോഡുകളാണ് ഉള്ളത്. ഇതിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു മുറ്റം എവിടുന്ന് വേണമെങ്കിലും വന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കാർ പോർച്ചിന്റെ മുകളിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? പോളികാർബൺ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റും ഉണ്ടാവും. അതെ, അത്യാവശ്യം ഒരു ഷാഡോ കിട്ടുകയും ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പും ഒത്തിരി പ്രത്യേകതയുള്ള ലാൻഡ്സ്കേപ്പാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. നമ്മൾ ഈ ഒരു മതിലിന്റെ പിന്നിൽ ചെറിയൊരു കിണറുണ്ട്. അപ്പൊ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രസമുണ്ട്. പിന്നെ ഫ്രണ്ട് യാർഡ് നമ്മൾ നിയമപ്രകാരം വിടേണ്ട ഒരു ഡിസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതില് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു സീറ്റിംഗ് കൊടുത്തിട്ട് ഒരു കോയി പോണ്ട് ഉണ്ട്. പിന്നെ ആ ഒരു അറ്റത്ത് കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കവേർഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ കണ്ടോ എന്തേലും പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നത്. ഗ്രാജുവലി അത് കുറച്ചുകൂടി ഹൈറ്റ് വെക്കും. അതെ അതെ അതെ. ഗ്രീൻ സ്പേസ് കൊണ്ടുവരാൻ പറ്റുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വൃത്തിയുള്ള ഒരു ക്യൂട്ട് പോണ്ട്. ഗ്രീൻനെസ് എന്താ വെച്ചാൽ ഒരു ഓർണമെന്റൽ ആസ്പെക്ടിന് അപ്പുറം നമുക്ക് സൺ ബ്ലോക്കേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു ഇപ്പൊ ബാൽക്കണിയുടെ കേസ് പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്രൈവസി ഇൻക്രീസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടെ കഴിഞ്ഞ് വന്ന് കാണുമ്പോൾ താഴോട്ട് നല്ലപോലെ ഇറങ്ങും. ഭംഗി അപാരമായിരിക്കും അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്, കൊള്ളാം. അപ്പൊ ഇതാണ് ലാൻഡ്സ്കേപ്പ് ഏരിയ വരുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമിലേക്ക് ആക്സസ് ഉണ്ട്. ഈ മറ്റേ ഗ്രില്ലിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റും. ഓക്കെ, നമ്മൾ പോർച്ചിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് കയറാൻ. ഈ വീടിന്റെ ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മഡ് ബ്രിക്കിന്റെ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി എന്നുള്ള രീതിയിൽ. അപ്പൊ അതില് വയർ കട്ട് ബ്രിക്സ് ആണ് നമ്മൾ ഈ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതില് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഈ വുഡൻ പീസസ് ഒക്കെ ഒരു മില്ലിൽ പോയിട്ട് നമ്മൾ സാൽവേജ് ചെയ്താണ്. അവരുടെ വേസ്റ്റ് പീസ് ആണ്. നമ്മൾ അതൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് വീടിന്റെ പല ഭാഗത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ നീ ചെക്കണത് കേടായ തടി മാത്രം കൊണ്ടുവന്നത്. പക്ഷെ നല്ല രസമായിട്ടുണ്ട്. ഇത് വീടിന്റെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. അത് നമ്മൾ പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഫ്ലോറിംഗ് എന്താ ചെയ്തിരിക്കുന്നത്? അതും നമ്മൾ സിമ്പിൾ മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഇതില് ഗ്രാനൈറ്റ് ആണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ഗ്രാനൈറ്റിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ആണ്, പല ഭാഗത്തും നമുക്ക് കാണാം ഫ്ലോറിംഗിൽ. ഇതാണ് ഷമ്മിക്ക് ഒരു തീമുണ്ട്. എല്ലാ വീടുകൾക്കും ഒരു തീം നിർബന്ധമുള്ള. അത് വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ മെയിൻ ഡോർ തുറന്ന് സുന്ദരമായിട്ടുള്ള ഈ വീടിന്റെ അകത്തേക്ക് കയറിയപ്പം ഇത് വീതി കുറഞ്ഞിട്ടുള്ള ഒരു വീടാണ് അല്ലേ? 11.5 മീറ്റർ ആണ് ഇതിന്റെ ഓവറോൾ വീതി വരുന്നത്. നമുക്ക് 2 വോളിയൂംസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആ ലെങ്ത് വൈസ് വലിയ വീടായിട്ട് തോന്നും. ടോട്ടൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. 5 സെന്റിലെ 2200 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീട് കുറവെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലിവിംഗ് സ്പേസ് വന്നിരിക്കുകയാണ്. ഒരു എൽ ഷേപ്പിലുള്ള സോഫ കൊടുത്തിരിക്കുകയാണ്. അതിൽ ടി വി ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല.
അതിന് വേറെ AV റൂം മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഓപ്പൺ ഫ്ലോർ പ്ലാനിങ് ആണ്. ഒരു റൗണ്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ. അത് സ്പേസും സേവ് ചെയ്യും. നമുക്ക് ഇത് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സർക്കുലേഷൻ സ്പേസ് കിട്ടും. പിന്നെ ഡൈനിങ്ങിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു C ഷേപ്പിലുള്ള സ്റ്റെയർ. ശല്യമൊന്നും ഇല്ലാതെ ഇല്ല, അങ്ങനെ കയറി പോണ രീതിയിൽ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ വരുന്നുണ്ട്. പിന്നെ അതിന്റെ എക്സ്ട്രീം എൻഡിലാണ് യൂട്ടിലിറ്റി വരുന്നത്. അപ്പൊ യൂട്ടിലിറ്റി മാത്രം ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. സ്ലൈഡിംഗ് ഡോറുകൾ ഈ വീട്ടിൽ കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതെ അതെ. ഫ്ലൂട്ടഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട്. ഇതൊന്നും ഒട്ടും അകലെയല്ല. ലിവിംഗ് സ്പേസിലും തൊട്ടടുത്താണ് ഡൈനിങ്. അതിനും വളരെ അടുത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത്. പിന്നെ ഇതൊരു ഹൈറ്റ് കൂട്ടി കൊടുത്തിരിക്കണം. ഇപ്പൊ ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കാഴ്ച വരണ്ട എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഇത്ര സ്ഥലത്താണ് നമ്മുടെ ഈ കോമൺ സ്പേസുകളെല്ലാം അല്ലേ. മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ. അതിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആണെങ്കിൽ ഒരു ഗ്രേ ടോണിലാണ് ടോട്ടലായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മിനിമൽ സ്റ്റൈല് മതി എന്നുള്ള ക്ലയന്റിനും ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത്ര സ്ഥലത്ത് മിനിമൽ ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ട് സുന്ദരമായിട്ടുള്ള സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെയറിന്റെ താഴെയാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഓക്കെ. ഒരു കൺസോൾ ടേബിളും കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് ഡബിൾ ഹൈറ്റില് പ്രയർ ഏരിയ വരുന്നത്. അപ്പോ മുകളിലെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് കോമൺ ഏരിയ ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിന്റെ. പിന്നെ ഇത് സ്ലൈഡിംഗ് ഡോർ ബെഡ്റൂമിന്റെ ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ആ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാഴ്ച കിട്ടും. ബെഡ്റൂം കാണാം. ബെഡ്റൂമിന്റെ ഒരു വാൾ മൊത്തം സ്ലൈഡിംഗ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഈ പ്രയർ യൂണിറ്റും പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ലൂവേഴ്സ് നമ്മൾ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേ ആണെങ്കിലും റെഡ് കളറിലുള്ള ലൂവേഴ്സ് ആണെങ്കിലും അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലൊക്കെ കാണാൻ പറ്റും. അതെ. പിന്നെ ഈ ഒരു പെയിന്റിങ്ങിന്റെ ബാക്കിലാണ് മെയിൻ DB വരുന്നത്. അപ്പൊ അതും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ പെയിന്റിംഗ് ആരുടെ സംഭാവനയാണ്? അത് ഞാൻ വരച്ചത്. നമ്മുടെ ഷമ്മി ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്. ഷമ്മി വൈഫും ആർട്ടിസ്റ്റ് ആണല്ലേ. അപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടാവും ഷമ്മിയുടെ ഒരു ടച്ച്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പെയിന്റിംഗ് ഇവിടെ വന്നിരിക്കുന്നു. ഇത് പിന്നെ നമ്മള് ഓർഡർ ചെയ്ത് ചെയ്യിച്ചാണ്. ഒരു റാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ കുറച്ചൊരു ലൈബ്രറി സ്പേസ് പോലെ ബുക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, റിലീഫ് വർക്ക്, അതൊരു ആർട്ടിസ്റ്റ് ചെയ്താണ്. കണ്ടോ, ഒരു സിംഗിൾ പീസ് കൊത്തി വെച്ച് ചെയ്ത പോലെ തോന്നുന്നു. അതെ, കൊള്ളാം. പിന്നെ ഇതാണ് ഈ വീടിന്റെ 3D. അതെ, ഇത് ഒരു ബ്ലോക്ക് മോഡലാണ്. അത് 3D പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ കോമൺ സ്പേസുകളെല്ലാം കഴിഞ്ഞു. ഈ ഗ്രൗണ്ടിൽ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ വാഷ്റൂം ഉണ്ട് അല്ലേ. നൈസ്. ഈ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടോ? അതും ഇതിന് സെന്റർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിന് സെന്റർ. പിന്നെ നാച്ചുറൽ ലൈറ്റിന് ഇമ്പോർട്ടൻസ് നമ്മൾ അത്രമേൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കോർണറിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതില് സ്കൈലൈറ്റ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ സ്റ്റെയറിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെയും നമ്മൾ ആ ഒരു കോർണറിലാണെങ്കിലും ഒരു പാറ്റേണിൽ സ്കൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡേ ടൈമിൽ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടും. പിന്നെ ഇപ്പൊ വിൻഡോസിന്റെ കേസ് ആണെങ്കിലും ഈ ഒരു ഹൊറിസോണ്ടാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റം വരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത് കൊള്ളാം. ബ്രില്യന്റ് ഐഡിയ ആണ് ലൈറ്റിംഗ് കിട്ടാനായിട്ട്. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് രീതിയിലാണ് നമ്മുടെ. അതെ, സ്റ്റെയർ അതിൽ താഴെ മാത്രം ലീനിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോട്ടിംഗ് എഫക്ട് കുറച്ചും കൂടി എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇങ്ങനെ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ഫോയർ സ്പേസ് കഴിഞ്ഞിട്ടാണ്. ഇവിടെ തന്നെയാണ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്. ഏറ്റവും വെളിച്ചമുള്ള ബെഡ്റൂം അല്ലേ. സൂപ്പർ. ഇഷ്ടംപോലെ ഓപ്പൺ സ്പേസുകൾ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ കോർട്ട്യാർഡിലേക്ക് എൻട്രൻസ് ഇതിലൂടെയാണ്. ഇതിലിപ്പോ ഒരു ക്യൂൻ സൈസ് ബെഡ് വരുന്നുണ്ട്. പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു വാർഡ്രോബിന്റെ ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ AC കൊടുത്തിരിക്കുന്നത്. അറിയില്ല, പുറത്തോട്ട് ചാടി നിൽക്കില്ല. പിന്നെ ഈ ഒരു ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ സ്റ്റോറേജ് ഓവർ ഹെഡ് യൂണിറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. വാവ്. ഈ പാനലിംഗ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. വൈബടിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം വായനാശീലമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കാം ഈവനിങ്സിൽ എന്നുള്ള രീതി. ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം. നേരെ അങ്ങനെ ഇറങ്ങി പോവാം. പുറത്തോട്ടും ഫ്രണ്ട് യാർഡിലോട്ടും ഇവിടുന്ന് വഴിയുണ്ട്. മുകളില് മാത്രം ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അല്ലേ. അതെ, പോളികാർബൺ ഷീറ്റ് ഇവിടെ ചെയ്തത്. അപ്പൊ മഴയൊന്നും വീടില്ല. എന്നാ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ വരും. അത് പിന്നെ പോവുകയും ചെയ്യും ഡ്രെയിൻ ഔട്ട് ആയിട്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫോൾഡബിൾ ആയിട്ടുള്ള ഡോറാണ്. എല്ലാം ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കോർണർ ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ്. സി ഷേപ്പിൽ മുകളിലോട്ട് കയറാൻ. താഴെ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, മുകളിൽ കയറുമ്പോൾ വുഡൻ പ്ലാങ്ക്സ്. ഒരുപാട് സ്ഥലം അപഹരിക്കാത്ത ഒരു സ്റ്റെയർ ആണ് കേട്ടോ. വുഡൻ ആണല്ലേ? നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിന്റെ കോമൺ ഏരിയയിലാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ വയർ കട്ട് ബ്രിക്സ് ആണ് ഒരു വാള് മൊത്തം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു പാറ്റേണിൽ റെഡ് ടിൻറ്റഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്ലോ, പുറത്തുള്ള ലൈറ്റ് വരുന്നതിന്റെ ഒരു ഗ്ലോ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്റ്റഡി ഏരിയ. ഇതാണ് പോർച്ചിന്റെ മുകളിൽ വരുന്ന ബെഡ്റൂം. ഇതാട്ടോ, ഇത് മൊത്തം സ്ലൈഡിങ് ആണ് വൺ സൈഡ്. ഇത് നമുക്ക് എങ്ങനെ വേണേലും കസ്റ്റം ചെയ്ത് വെക്കാം. ഇപ്പോൾ ഡോർ അടയ്ക്കണമെങ്കിൽ ഇങ്ങനെ അടയ്ക്കാം. ഇനിയിപ്പം ഇതാ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും തുറക്കും, ഇവിടേക്ക് നോക്കാം. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വാൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് കേട്ടോ. നമുക്ക് മൊത്തം ക്ലോസ് ചെയ്യണമെങ്കിൽ മൊത്തം ഇങ്ങനെ ക്ലോസ് ചെയ്ത് ചെയ്യാം. യെസ്. അപ്പോൾ ഇത് അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ്. ഇതിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ഓപ്പൺ സ്പേസ് കൂടുതലുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ഒരു കോർണർ വിൻഡോ വരുന്നുണ്ട്, നമ്മൾ എലിവേഷനിൽ കാണുന്ന ഒരു കോർണർ വിൻഡോ. പിന്നെ ഒരു ബാൽക്കോനെറ്റ് വരുന്നുണ്ട്. ബാൽക്കോനെറ്റ് ആണ്, അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് രസം അറിയാം, വലിയൊരു വിൻഡോ. അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖം ഇങ്ങനെ നിൽക്കാം. 2 ബെഡ്റൂംസിലും ഉണ്ട്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം കൂടെ പുറമേ നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ആ കേർട്ടൺ പ്ലാന്റ് ഒക്കെ കാണാം. അതിങ്ങനെ വളർന്ന് താഴേക്ക് അതിന് ഗ്രാജുവലി താഴോട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ ഒരു സൺ ബ്ലോക്കർ ആയിട്ട് ആക്ട് ചെയ്യാനും കൂടി. അപ്പൊ നമുക്ക് അന്യന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ മുമ്പിൽ മുട്ടി നോക്കിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പറേ ഒരു കോർണർ വിൻഡോ വരുന്നുണ്ട്. അവിടെ തന്നെയാണ് ഒരു ബേ വിൻഡോ വരുന്നത്. അമ്പട ഒരു ക്യൂട്ട് സ്പേസ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ. താഴെ ഒരു സ്റ്റോറേജും ഉണ്ട്. അതിന് താഴെ അല്ലേ, കൊള്ളാം. അവിടെ പിന്നെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട് ബെഡിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത്. പിന്നെ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സ്ലൈഡിംഗ് തന്നെയാണ്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബേ വിൻഡോയും ഒരു സ്റ്റഡി സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ആ ഒരു ലൂവേഴ്സ് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് ചേർന്ന കളറിലെ ഒരു പില്ലോ സംഘടിപ്പിച്ച് എക്സ്പോസ്ഡ് ആയിട്ടാണ് ഒരു ഈ വയർ കട്ട് ബ്രിക്സ് വരുന്നത്. പുറത്തും അകത്തും ഒക്കെ സെയിം തന്നെയാണ്, ക്ലാഡിംഗ് അല്ല. പിന്നെ എല്ലായിടത്തും ഈ വീട്ടിൽ ഒരുപാട് സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസ് ഒരുപാട് ലാഭിക്കാം എന്നുള്ളതാണ് അല്ലേ. പിന്നെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയിട്ട് ഫീലും ചെയ്യും. അതെ അതെ. പിന്നെ ഇപ്പൊ താഴോട്ടുള്ള ഓവർലുക്കിംഗ് നമുക്ക് കോമൺ ഏരിയ എന്നാണെങ്കിലും ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും കാണാൻ പറ്റും. താഴെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു കേട്ടോ, സൂപ്പർ. അപ്പം ഇനി നമുക്കൊരു AV റൂം ഉണ്ട്. AV റൂം ഉണ്ട്. അതില് TV വെച്ചിട്ടില്ല, ഇനി TV വെക്കാനുള്ളതാണ്. ഇത് പിന്നെ കൺവേർട്ടബിൾ ആയിട്ടുള്ള ബെഡ് കം സോഫ ആണ്. വലിച്ചു കഴിഞ്ഞാല് ചെയ്യാം. അഡീഷണൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാഫയുടെ ആളാണെന്നല്ലേ. അതെ. ഇവിടെ വന്നിട്ടുണ്ട് വലിയ വിൻഡോ. സൂപ്പർ. നമ്മുടെ കോമൺ സ്പേസിന് അപ്പുറത്തായിട്ടാണ് നമ്മളൊരു ബാൽക്കണി വരുന്നത്. 2 വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലെ വരാം, ഷമ്മി അതിലെ വരും. അതുകൊള്ളാം, അടുത്തടുത്ത് 2 വാതിലുകൾ. അതില് നമ്മളൊരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ മുകളിൽ നിന്ന് ആ കർട്ടൻ ക്രീപ്പേഴ്സ് താഴോട്ടും വരുന്നുണ്ട്. ഒരു പ്രൈവസി, പിന്നെ ഒരു സൺ ബ്ലോക്കർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. പിന്നെ ഇത് ഇൻബിൽഡ് ആയിട്ട് സ്ലാബിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സീറ്റിംഗ് ആണ്. പിന്നെ ഇവിടെയാണ് ഡക്ട് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലേക്കാണ് 2 ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ടോയ്ലറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഡക്ട് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഫ്രണ്ട് നോക്കുമ്പോൾ കാണണ്ട എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലാണെങ്കിലും ചെറിയൊരു സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ക്വയേഴ്സ് തന്നെയാണ് ഇപ്പൊ ഫ്ലോറിംഗിലാണെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഷമ്മിയുടെ തീം. നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും തീം ഉണ്ടാവും. അത് സെയിം നമ്മൾ ചെയ്തിരിക്കാം. പിന്നെ ഇപ്പൊ പ്ലാന്റർ ബോക്സ് ആണെങ്കിലും നമ്മൾ ചുമരിനോട് ചാരിയിട്ടില്ല. അതായത് അത് ഇൻഡിവിജ്വൽ ആയിട്ട് വേറൊരു യൂണിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയറുള്ള സ്റ്റെയറിന് ഇപ്പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട്. അതായത് മൾട്ടിപർപ്പസ് ഏരിയ ആണ്. ഭാവിയിൽ എന്ത് ആയിട്ടും കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊടുക്കും. അതേ ബെഡ്റൂമിന്റെ സ്ട്രക്ചർ തന്നെ വരുന്നത്. അതെ അതെ. അപ്പം ഇവിടെ ഇപ്പൊ കാലിയിട്ട് കിടക്കാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ സ്ലൈഡിങ്. സ്റ്റെപ്പ് കയറി വരുമ്പോ നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. എന്തൊരു രസം നോക്കി. ഓരോ ഇടങ്ങൾ നമുക്ക് കസ്റ്റം ചെയ്യാന്നുള്ളതാണ്. ഇവിടുന്ന് കാണണ്ടെന്ന് വേണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ അടച്ചിടാം. അതുപോലെ അവിടുന്ന് നമുക്ക് താഴേക്ക് കാണണമെങ്കിൽ അത് തുറന്നിടാം. അങ്ങനത്തെ പല പല ഓപ്ഷൻസ് ഉള്ള ഒരു വീടാണ് കേട്ടോ, കൊള്ളാം. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം അല്ലേ, മാസ്റ്റർ ബെഡ്റൂം. അത് നമ്മളൊരു ഫോയർ കഴിഞ്ഞ് ബെഡ്റൂമിന്റെ ഉള്ളിലോട്ട് വരുന്നു. അതിൽ ഒരു ക്യൂൻ സൈസ് ബെഡ്, പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള വാർഡ്രോബ്, താഴെ കണ്ട പോലെ തന്നെ ടഗ്ഡ് ഇൻ ആയിട്ടുള്ള AC യൂണിറ്റ്. പിന്നെ ബാക്ക് റെസ്റ്റില് നമ്മൾ ആ ഒരു എക്സ്പോസ്ഡ് ബ്രിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രിക്കും പിന്നെ വുഡൻ. പിന്നെ കോർണർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഒരു നീളത്തിലുള്ള സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. സ്റ്റഡി ഏരിയ അത് കൊള്ളാലോ. സ്റ്റഡി ഏരിയ വളരെ രസമായിട്ടുണ്ട്. നീളത്തില് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബുക്സും കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാനലിംഗ് ഇതാ വീണ്ടും കൂടെ വന്നിരിക്കുന്നു. അതെ. പിന്നെ നേരത്തെ കണ്ട പോലെ ആ ഒരു ബാൽക്കോനെറ്റ് കോൺസെപ്റ്റ്.
കൊള്ളാം, ഇതൊക്കെ തുറന്നിട്ടാ മോനെ സ്വർഗം. നമ്മൾ ബെഡ്റൂമുകൾ മാത്രം കാണിച്ചാൽ പോരല്ലോ, ടോയ്ലറ്റും എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. കൊള്ളാം. ചെറിയൊരു ടോയ്ലറ്റ് ആണ്, അതിൽ ഒരു എൽ ഷേപ്പിലാണ്. നമ്മൾ ആ കാണുന്ന ചുമര് ഡക്റ്റ് ആണ്, പ്ലംബിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. മുകളിലൊരു ഓപ്പൺ സ്കൈ ലൈറ്റും ഉണ്ട്. അപ്പം ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടുകാരോട് തന്നെ ചോദിക്കാം കാര്യങ്ങൾ, അവർക്കാണല്ലോ ഇത് കൂടുതൽ പറയാനുണ്ടാവുക. അപ്പം മ്യൂസീഷ്യനാണല്ലേ റെക്സ്, നമസ്കാരം. മാമിൻ്റെ പേര് അഡ്വക്കേറ്റ് ആണല്ലേ? പേര് അനില. അനില, വെറൈറ്റി ആണല്ലോ. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത്? എങ്ങനെയുണ്ട് വീട് ഇത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഇവിടെ വന്ന് കണ്ട എല്ലാവരും പറഞ്ഞൊരു കാര്യം, കാരണം ഈ പ്ലോട്ടിൻ്റെ ഒരു ഇത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇതിൻ്റെ ഒരു വിട്ടും പരിപാടിയൊക്കെ. അപ്പോൾ ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ, ഈ നാരോ പ്ലോട്ടിൽ ഇത്രയും സൗകര്യങ്ങളോടെ നമ്മൾ ആക്ച്വലി ഇമാജിൻ ചെയ്തത് തന്നെയാണ്. അത് ഷമ്മിയും ടീമും കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് തന്നു. ഇപ്പോൾ ഒരു പാഷ്യോ സ്പേസ് ഉണ്ടല്ലോ നമുക്കിവിടെ. ഇത് ആക്ച്വലി ഞാൻ ആദ്യം ഒരു വീട് വെക്കണ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോട്ടിയാടായിരുന്നു ആഗ്രഹം. അപ്പം ഷമ്മിയുടെ ഇനീഷ്യൽ പ്ലാൻ വന്നപ്പോൾ ഈ ലിവിങ് റൂമിൽ നിന്ന് ഷമ്മി ഒരു പോണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പണ്ടോട്ട് എനിക്ക് ഈ ഫിഷും ആനിമൽസിനോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് പോണ്ട് വേണ്ടാന്ന് വെക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്നാൽ പിന്നെ ബെഡ്റൂമിൽ നിന്നൊരു കണക്റ്റഡ് പരിപാടി പോലെ ഒരു പാഷ്യോ ആയാലോ എന്ന് വിചാരിച്ച് അതാണ് ആക്ച്വലി ലാസ്റ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പൊക്കത്തെ ബാൽക്കണി. ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എല്ലാവരും ഒരു മുറിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ മതിൽ മാക്സിമം ഞാൻ ഷമ്മിയെടുത്ത് തന്നെ മാക്സിമം വാൾസ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും അവിടെയൊക്കെ കുറച്ചോ ഓപ്പൺ ആയിക്കോട്ടെ, ഫുൾ കണക്റ്റ് ആയിക്കോട്ടെ. ഞങ്ങളുടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ ഇവിടെ വന്നാലും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും റൂമിൽ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഷമ്മിക്ക് കൊടുത്തൊരു ബ്രീഫും അത് തന്നെയാണ്, എനിക്ക് മാക്സിമം വാൾസ് കുറയ്ക്കുക. പിന്നെ ഞാൻ കണ്ടേക്കുന്ന വീടുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട വീടും അങ്ങനത്തെ ഒരു ഓപ്പൺ വീടുകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. മൂത്ത ആളുടെ പേരാണ് നമ്മൾ വീടിന് ഇട്ടേക്കുന്നത്. വീടിന് കല്ലിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ആളെ കൺസീവ് ആയത്. അപ്പോൾ ആൾ കൂടി അതനുസരിച്ച് നമ്മൾക്കൊരു സൗകര്യവും പിന്നെ പിള്ളേരും കൂടി ഉള്ളപ്പോൾ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ആവട്ടെ, അങ്ങനെയാണ് പിന്നെ ഒരു വീടിനെ പറ്റി നമ്മൾ ചിന്തിച്ചതും അതിലേക്ക് എത്തിയതും. ഈ ഒരു സ്പേസ് ഭയങ്കര പിള്ളേരെയും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ വന്നവരും പറഞ്ഞത് ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് വീടെത്തുമ്പോൾ. നമുക്ക് വീട്ടിലെത്തുമ്പോഴും അങ്ങനെ ഒരു സന്തോഷമാണല്ലോ വേണ്ടത്. പിള്ളേർക്ക് ഇവിടെ വന്ന് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. കാരണം ഈ ഓപ്പൺ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സ്പേസാണ് ഇപ്പോഴത്തെ ഇതിന് വെച്ചിടത്തോളം. അപ്പം പുതിയ ഒരു കോൺസെപ്റ്റ് സാധാരണ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഇതല്ലല്ലോ അവർക്ക്. അപ്പം പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും ഇവിടെ വരുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഷമ്മിക്ക് ഏറ്റവും ചാലഞ്ചിങ് ഒരു പാട്ട് എന്ന് പറയുന്നത് അമ്മേൻ്റെ ഒരു പാട്ടാണ്. അമ്മ ഭയങ്കരമായിട്ട് വാസ്തു നോക്കുന്ന ഒരാളാണ്. അല്ല, അത് ഓരോരുത്തരുടെ ബിലീഫാണല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ എൻ്റെ ബ്രീഫിങ് വളരെ കുറവായിരുന്നു. അമ്മയുടെ വാസ്തു ബ്രീഫിംഗ് ആയിരുന്നു കൂടുതൽ. ഷമ്മി തല ഇറങ്ങി പോയിട്ട് അല്ലേ, ഞാൻ വാസ്തുവിനെ കുറിച്ച് അങ്ങനെ വായിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്സിന് 1 വയസ്സുള്ളപ്പോൾ വെച്ച വീടാണ് റെക്സ്. അപ്പോൾ ഇപ്പോൾ പുതിയ വീട് വയ്ക്കുമ്പോൾ എല്ലാം റെക്സിൻ്റെ ഇഷ്ടത്തിന് വെക്കണം. അവർക്ക് ഇനി ഒരുപാട് കാലം ഇതിനകത്ത് ജീവിക്കണം, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വെക്കണം എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അങ്ങനെ വയ്ക്കപ്പോഴും ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വാസ്തു ഒക്കെ നോക്കണം. ഫുള്ളായൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല, കുറച്ച് കാര്യങ്ങളിലൊക്കെ നോക്കണം. അപ്പോൾ എനിക്ക് കിച്ചൻ്റെ സ്പേസ് അതെനിക്ക് സൗത്ത് ഈസ്റ്റ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ എൻട്രൻസ് എപ്പോഴും നോർത്തിൽ നിന്നുള്ള എൻട്രൻസ് ആയിരിക്കണം. ഇതിൻ്റെ റോഡ് കിടക്കുന്നത് വെസ്റ്റിലേക്കാണ്. അപ്പോൾ അത് വേണ്ട, നോർത്തിൽ നിന്ന് ഉള്ളൊരു എൻട്രൻസ് ആയിട്ട് വേണം എന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതാണ് എനിക്കൊരു പ്രധാനപ്പെട്ട ഇതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെക്സ് പറഞ്ഞു അമ്മയുടെ ഇത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഷമ്മി അതനുസരിച്ച് ഷമ്മിയുടെ അമ്മയുടെ ഇടയ്ക്ക് ബ്രിഡ്ജായിട്ട് നിന്നിട്ട് എനിക്ക് ആക്ച്വലി ഒരു പോയിന്റിൽ ഭയങ്കര തലവേദന അതനുസരിച്ചെല്ലാം അത് ചെയ്ത് തന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ പോണ്ട് ഇതൊക്കെ അതെല്ലാം റെക്സിൻ്റെ താല്പര്യങ്ങളാണ്. അതൊക്കെ കളേഴ്സ് സെലക്ട് ചെയ്യുന്നതെല്ലാം റെക്സിൻ്റെ താല്പര്യം. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ആക്ച്വലി താഴത്ത് മാത്രം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, റെക്സിന് 1 വയസ്സുള്ളപ്പോൾ എത്രയും വർഷങ്ങൾ പഴക്കമുണ്ട്. 38 വയസ്സിൻ്റെ റെക്സിന് ഇപ്പോൾ.
അപ്പോൾ അന്നത്തെ അതൊന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ല. എന്നാൽ മുറികളൊക്കെ ഭയങ്കര സ്പേസാണ്, പക്ഷേ എന്നാൽ ആവശ്യത്തിന് മുറികളും ഇല്ല, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ അത് വേണ്ട, അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരിത് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഇവരുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് ആണ് ഇല്ല, അത് ചെയ്യാം, ഓരോരുത്തരുടെ ഒരു ബിലീഫും ആഗ്രഹങ്ങൾ. അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ കാര്യമായിട്ട് അതൊന്നും പഴയ വീടാണല്ലോ. അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ പറയും ഇതിൻ്റെ ഇത് തെറ്റാണ്, ഇതിൻ്റെ അത് തെറ്റാണ്, അത് തെറ്റാന്ന് പറയും. അപ്പോൾ നമുക്കത് വീട് വെക്കാൻ പ്ലാൻ ഉണ്ടായില്ല. പക്ഷെ വൺസ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. പക്ഷെ അതും ഞാനും എനിക്ക് ഓപ്പൺ ആയത്, കാരണം വെച്ചാൽ അതൊരു ഒരു തൃപ്തിയാണല്ലോ. എൻ്റെ തൃപ്തി എന്ന് പറയുന്നത് കളേഴ്സ്, ഇതിൻ്റെ പ്ലാനും, ഇതൊക്കെയാണ് എൻ്റെ ഒരു തൃപ്തി. അമ്മയുടെ തൃപ്തി ഇതാണ്. പിന്നെ ആള് എല്ലാത്തിനും കൂടെ ഉണ്ട്. അപ്പം പിന്നെ ഇപ്പം എല്ലാം തൃപ്തിയായി, ഇപ്പം എല്ലാവർക്കും ഒരുമാതിരി തൃപ്തിയാണ്. അല്ല, ഞങ്ങളുടെ ഇവിടെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി വന്ന ഫാദർ ബ്ലെസ്സിങ് കഴിഞ്ഞ ശേഷം പറഞ്ഞ ഒരു ഏറ്റവും കാര്യമാണ്, എനിക്ക് വളരെ ഇഷ്ടമായി വീട്. എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഒരുപാട് എയർ, വെളിച്ചവും നല്ല പോലെയുള്ളൊരു വീടാണ്. അങ്ങനെ വീടുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിങ്ങളിത് പണിതിട്ടുണ്ട് എന്നാണ് ഫാദർ പറഞ്ഞൊരു അപ്പം ഷമ്മിയുടെ ടച്ചിൽ ഷമ്മിയുടെ ക്രാഫ്റ്റ്, മറ്റൊരു ക്രാഫ്റ്റാണ് നമ്മളിപ്പോൾ കാണിച്ചത്. വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദ് മൈസൺ, സൂപ്പർ വീടാണ്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീടാണ്. അപ്പോൾ ഷമ്മിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് ഈ വീട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ താമസം? ഓക്കെ, ദീർഘകാലം അല്ലേ അമ്മ പറഞ്ഞ പോലെ, വളരെ ദീർഘകാലം ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടൈൽസ് ഓഫ് ഡിസൈൻ സ്റ്റുഡിയോ, അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷമ്മിയുടെ മറ്റ് വീഡിയോകളുടെ ലിങ്കും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പം ഫാമിലി, ഷമ്മി ഒരു ബൈ പറഞ്ഞേരെ. ബൈ.